ഹലോ ഡിയേഴ്സ്, ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത് മില്ലറ്റ് പൗഡർ കൊണ്ടുള്ള ഒരു അപ്പത്തിൻ്റെ റെസിപ്പിയാണ്. ഞാൻ മില്ലറ്റ് കുതിർത്തി അരച്ചുണ്ടാക്കിയ അപ്പത്തിൻ്റെ റെസിപ്പി കണ്ടിട്ട് ഒരു പ്രേക്ഷക എന്നോട് ആവശ്യപ്പെട്ട പ്രകാരമാണ് ഈ ഒരു റെസിപ്പി ഷെയർ ചെയ്യുന്നത്. മില്ലറ്റ് പൊടി കൊണ്ട് അപ്പം ഉണ്ടാക്കുന്ന രീതി. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. മില്ലറ്റ് പൗഡറാണ്, ഞാനിത് കടയിൽ നിന്ന് വാങ്ങിച്ചതാണ്. നമ്മൾ വീട്ടിൽ പൊടിച്ചെടുത്താൽ ഇതുപോലെ പൊടിയായി കിട്ടില്ല. അപ്പോൾ ഇത് പൊട്ടുപൊടിയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അത് നമുക്ക് ഒരു കപ്പ് അളവിൽ അളന്നെടുക്കാം. മില്ലറ്റിൻ്റെ അപ്പപ്പൊടിയും നമുക്ക് കിട്ടും. ഞാൻ വാങ്ങിക്കാൻ ചെന്ന കടയിൽ അത് ഔട്ട് ഓഫ് സ്റ്റോക്കായിപ്പോയി. അതുകൊണ്ട് ഞാൻ പൊട്ടുപൊടിയാണ് വാങ്ങിച്ചുകൊണ്ട് പോകുന്നത്. പൊട്ടുപൊടിയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, നല്ല സൂപ്പറായിട്ട് നമുക്ക് അപ്പം ഉണ്ടാക്കിയെടുക്കാം. ഇതോടൊപ്പം ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അതിനടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് എൻ്റെ അടുത്തടുത്ത വീഡിയോസ് ഉറപ്പുവരുത്തുകയും ചെയ്യുക. അപ്പോൾ ഒരു കപ്പ് അളവിൽ ഞാൻ മില്ലറ്റ് പൗഡർ അളന്നെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. പുട്ടുപൊടിയാണെങ്കിലും ഇതിൽ തരികളൊന്നും ഇല്ലായിരുന്നു കേട്ടോ, നല്ല പൗഡറായിട്ടുള്ള പുട്ടുപൊടിയാണ്. ഇനി നമുക്കിതിലേക്ക് ഒരു കപ്പ് അളവിൽ വെള്ളം കുറേശ്ശെ ചേർത്തൊന്ന് കലക്കിയെടുക്കാം. കട്ടയില്ലാതെ നല്ലതുപോലെ ഒന്ന് കലക്കിയെടുക്കാം. ഒരു കപ്പ് വെള്ളം മുഴുവനായിട്ട് ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനി കട്ടയില്ലാതെ നല്ലതുപോലെ ഒന്ന് കലക്കിയെടുക്കാം. ഇപ്പോൾ കട്ടയില്ലാതെ കലക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മൂടി വെച്ച് 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാം. എന്നാലേ ഇതിൻ്റെ തിക്നെസ് അറിയാൻ പറ്റുള്ളൂ. 10 മിനിറ്റിന് ശേഷം നമുക്ക് തുറന്നൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നേരത്തേലും കുറച്ചുകൂടി തിക്കായിട്ടുണ്ട്. പൗഡർ ആയതുകൊണ്ട് വെള്ളം കുടിക്കും. അതുകൊണ്ട് ആണ് 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് നോക്കിയിട്ട് നമ്മൾ അരച്ചെടുക്കുന്നത്. ഇത് നമുക്ക് ഇനി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി വെള്ളമൊന്നും ചേർക്കരുത്. ഇതിലുള്ള ബാറ്റർ നന്നായിട്ട് ഇതിലേക്ക് വടിച്ച് ചേർക്കാം. ഇതിലേക്ക് ഇനി 2 ടീസ്പൂൺ ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ വേവിച്ച ചോറും ചേർത്ത് കൊടുക്കാം. ചോറിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ അവൽ ചേർക്കാം. ചിലരങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അവൽ ചേർക്കുമ്പോൾ 2 ടീസ്പൂൺ അവലാണെങ്കിൽ 2 ടീസ്പൂൺ വെള്ളവും കൂടി ചേർക്കണം. ഇതിലേക്ക് 3/4 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും 1 ടീസ്പൂൺ പഞ്ചസാരയും ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ടുണ്ട്. ഇത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. അപ്പം ഞാനത് നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. നല്ലതുപോലെ പേസ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു ബൗളിലേക്ക് ഒഴിക്കാം. ജാറിൽ പറ്റിയിരിക്കുന്ന മാവ് നമുക്ക് 1/4 കപ്പ് വെള്ളത്തിൽ കലക്കി ഇതിലേക്ക് ചേർക്കാം. അപ്പോൾ മൊത്തത്തിൽ 1/4 കപ്പ് വെള്ളമാണ് ഈ അപ്പം ഉണ്ടാക്കാനായിട്ട് ഇതിലേക്ക് നമ്മൾ ചേർത്തിരിക്കുന്നത്. നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് ഒന്ന് മൂടി വെച്ച് പൊങ്ങാൻ വെക്കാം. 1 മണിക്കൂറിന് മുമ്പ് തന്നെ ഇത് നന്നായിട്ട് പൊങ്ങും. ഇപ്പോൾ ഒരു 45 മിനിറ്റ് ആയിട്ടുള്ളൂ. നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ട്. നല്ല ഫ്ലഫി ആയിട്ടാണ് ബാറ്റർ ഇരിക്കുന്നത്. പഞ്ചസാര ചേർത്തില്ലെങ്കിൽ കൂടുതൽ സമയമെടുക്കും ഇത് പൊങ്ങാനായിട്ട്. പഞ്ചസാര ചേർക്കാൻ പാടില്ലാത്തവരാണെങ്കിൽ ചേർക്കാതിരിക്കുക. അപ്പോൾ കുറച്ച് കൂടുതൽ സമയമെടുക്കും ഇത് പൊങ്ങാനായിട്ട്. ഇനി നമുക്ക് അപ്പം ഉണ്ടാക്കാം. ചട്ടി ചൂടായോ എന്നറിയാൻ മൂടി പാത്രത്തിൽ പതിയെ തൊടുമ്പോൾ നേരെ ചൂടുണ്ടെങ്കിൽ നമുക്കിത് ബാറ്റർ ഒഴിച്ച് ഉണ്ടാക്കിയെടുക്കാം. മൂടിപ്പാത്രം വളരെ നല്ലതുപോലെ ചൂടായതാണെങ്കിൽ ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ബാറ്റർ ഒഴിച്ചാൽ അത് ചട്ടിയിൽ നിന്ന് വിട്ടുപോരും. അതുകൊണ്ട് ഒത്തിരി അങ്ങോട്ട് ചൂടായി പോകാതെ തന്നെ ബാറ്റർ ഒഴിച്ച് നമുക്ക് 2 മിനിറ്റ് കൊണ്ട് ഇത് വേവിച്ചെടുക്കാം. ഇപ്പോൾ മൂടി വെച്ചതിന് ശേഷം 2 മിനിറ്റ് കൊണ്ടാണ് ഞാൻ ഈ അപ്പം എടുത്തത്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ്. അടുത്തതും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വേണം കേട്ടോ നമ്മളിത് ഉണ്ടാക്കാനായിട്ട്. ചട്ടി ഒത്തിരി ചൂടായി പോകരുത്. ചൂടായി പോയാൽ ബാറ്റർ ഒഴിക്കുമ്പോൾ ചട്ടിയിൽ നിന്ന് ഒട്ടിപ്പിടിക്കാതെ ഊർന്നു പോരും. നമ്മളിത് ചുറ്റിക്കുമ്പോഴേക്കും ബാറ്റർ ഊർന്നു പോരും. അതുകൊണ്ട് ചട്ടി ഒരുപാട് അങ്ങോട്ട് ചൂടായി പോകാതെ നമ്മൾ ബാറ്റർ കോരി ഒഴിച്ച് ഉണ്ടാക്കുക. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ ഇത് അവസാനത്തെ ബാറ്ററാണ് ഞാൻ ഒഴിക്കുന്നത്. നമ്മുടെ പാത്രത്തിലുണ്ടായ ബാക്കി ബാറ്ററാണ്. ഈ അവസാനത്തെ അപ്പവും ആദ്യം ഉണ്ടാക്കിയ അപ്പം പോലെ തന്നെ ഇരിക്കും. ഓരോ പ്രാവശ്യം ഒഴിക്കുമ്പോഴും നമ്മൾ നല്ലതുപോലെ മിക്സ് ചെയ്തിട്ടും ബാറ്റർ ഒഴിക്കുക. അപ്പോൾ എല്ലാ അപ്പവും ഒരേപോലെ ഇരിക്കും. ഇപ്പോൾ ഇത് അവസാനത്തെ അപ്പമാണ്. നമ്മൾ ആദ്യം ഉണ്ടാക്കിയ അപ്പം പോലെ തന്നെയാണ് ഇരിക്കുന്നത്. കണ്ടോ? അപ്പോൾ 1 കപ്പ് മില്ലറ്റ് പൗഡർ കൊണ്ടുള്ള അപ്പം റെഡി ആയിട്ടുണ്ട്.
1 കപ്പ് പൊടി കൊണ്ട് നമുക്ക് 6 അപ്പം ഉണ്ടാക്കിയെടുക്കാം. മില്ലറ്റ് പൗഡർ കൊണ്ട് ഉണ്ടാക്കുന്ന അപ്പത്തിനേലും കുറച്ചുകൂടി നല്ലത് നമ്മൾ മില്ലറ്റ് കുതിർത്തി അരച്ചുണ്ടാക്കുന്നത് തന്നെയാണ് കേട്ടോ. പിന്നെ നമ്മൾ വാങ്ങിക്കുന്ന മില്ലറ്റ് പൗഡർ പല ബ്രാൻഡിലായിരിക്കും കിട്ടുന്നത്, അപ്പോൾ പൊടിയിലും വ്യത്യാസം കാണും. അപ്പോൾ മില്ലറ്റ് പൗഡർ കൊണ്ടുണ്ടാക്കുന്ന അപ്പത്തിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.